പ്രിയ സുഹൃത്തുക്കളെ, അറിയപ്പെടുന്ന ഇന്ത്യൻ ഫിലോസഫറായ ജിദ്ദു കൃഷ്ണമൂർത്തി പറയുന്ന ഒരു കാര്യമുണ്ട്. ടു ബി ഈസ് ടു ബി റിലേറ്റഡ്. ആയിരിക്കുക എന്ന് പറഞ്ഞാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക എന്നാണ് അർത്ഥം. ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും രണ്ടാം വട്ടം ഇവിടെ ഇസബിയൂർ പള്ളിയിൽ നമ്മുടെ സൗഹൃദവും സ്നേഹവും പങ്കുവയ്ക്കുന്നതിന്, നല്ല ഓർമ്മകൾ പങ്കിടുന്നതിന്, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയതിന് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ക്രിസ്മസിൻ്റെ വലിയ തിരക്കുകളും ഒരുപാട് പ്രോഗ്രാമുകളെല്ലാം ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഈ സൗഹൃദത്തിൻ്റെ പ്രാധാന്യം അറിയാവുന്നതുകൊണ്ട്, ഈ ബന്ധം എന്നും കാത്തു സൂക്ഷിക്കണം എന്ന് താല്പര്യമുള്ളതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയതിന് ഒരിക്കൽ കൂടെ നിറഞ്ഞ മനസ്സോടെ ഈ കൂട്ടായ്മയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇത്തവണ പുതിയതായിട്ടുള്ളൊരു ആനയ്ക്കുണ്ട്, നമുക്ക് പുതിയതുണ്ട്. ബാക്കിയുള്ളവരെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടവർ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഞാൻ കരുതി കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ പ്രാവശ്യം ഇരുന്ന് പോകുന്ന ഞാൻ കരുതി. പക്ഷെ ഇതിനകത്ത് വളരെ വൈബ്രന്റ് ആയിട്ട് 2-3 പേരുണ്ട്. എപ്പോഴും ഗ്രൂപ്പിൽ ഇതിനെ ലൈവാക്കിക്കൊണ്ട് നടക്കുന്ന കുറേ പേര്. അവരാണ് ശരിക്കും ഇത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കും ഒരു പണിയില്ല, പക്ഷെ എപ്പോഴും ഗ്രൂപ്പിലൊന്നും നിങ്ങളൊരു പണിയില്ലെന്ന് വിചാരിക്കണമെന്ന് നമ്മൾ വരാറുള്ളതാണ്. അപ്പോൾ ശരിക്കും ഈ പറഞ്ഞ ഇവരൊക്കെ ആയാലും ഈ അനില്, ശ്രീശാന്തൊക്കെ, ശ്രീയാദൊക്കെയാണെങ്കിൽ, ഇതൊക്കെ ആണെങ്കിൽ 2-3 സ്ത്രീകളുള്ള ശ്രീജിത്താണെങ്കിൽ പല പ്രാവശ്യം ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടി കൂടുതൽ എഫേർട്ട് എടുക്കുന്ന ആളാണ് കേട്ടോ. അതൊരു കാര്യമില്ല, എത്ര തിരക്കുണ്ടായാലും. പിന്നെ ഈ ഗ്രൂപ്പ് തുടങ്ങിയ ആള് നമ്മുടെ സെറിനാണ്. ഗ്രൂപ്പ് തുടങ്ങിയത് സെറിനാണ്. നമുക്കറിയാം ഒരുപാട് തിരക്കുള്ള ആളാണ്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും ഈ ഗ്രൂപ്പ് അല്ലേ നമ്മൾ തുടങ്ങിയപ്പോൾ ആദ്യം കൂടിയത് സെറിനുണ്ടായിരുന്നു. സെറിനാണ് പറഞ്ഞ എല്ലാവർക്കും തിരിച്ച് എല്ലാവർക്കും കൂടി കൂടണം എന്നൊക്കെ പറഞ്ഞ് ജോജീനെ അല്ലേ ബെസ്റ്റോ ബാസ്റ്റിൻ അങ്ങനെ കുറച്ച് 3-4 പേര് കൂടി ഞങ്ങൾ കുറച്ച് കൂടിയായിരുന്നു. സനൂപുണ്ടായിരുന്നു, കുറച്ച് പേര് കൂടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് വൈഡാക്കണം, അത് എല്ലാവരെയും അറിയിക്കണം, എല്ലാവരെയും വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം ഭംഗിയായിട്ട് ചെയ്തു. ഈ വർഷത്ത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്തവർ ചിലർ വന്നിട്ടുണ്ട്. കാണാത്തവരോ അല്ല ഞാൻ പറഞ്ഞത് വരുമെന്ന് പ്രതീക്ഷിക്കാത്തവരൊക്കെ ഉണ്ട്. പിന്നെ ഇന്നലെയും 2-3-4 പേര് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പ്ലാൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവർ വന്നായിരുന്നു. അവരൊന്നും ചെയ്തില്ലെങ്കിലും അവർ വന്നു. ഞാൻ സെറിൻ കുര്യാക്കോസ്, ഇവിടെ തൊട്ടടുത്ത് അയ്യമ്പുഴ പഞ്ചായത്തിലെ ചുള്ളി PHC-യിലാണ് വർക്ക് ചെയ്യുന്നത്.
ഭാര്യ ഇൻഫോ പാർക്കിൽ UST ഗ്ലോബൽ എന്ന് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. 2 കുട്ടികൾ. മൂത്തയാള് 2nd സ്റ്റാൻഡേർഡിലാണ്, കാക്കനാട് നൈപുണ്യ സ്കൂളിൽ പഠിക്കുന്നു. ഇളയാള് LKG-യിലാണ്. വേറെ എന്തെങ്കിലും പറയണോ? എൻ്റെ പേര് ജിനു. വീട് കിടക്കൂര് സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ ആസ്റ്റർ യൂണിവേഴ്സിറ്റിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. റെസിഗ്നേഷൻ കൊടുത്തു. പുറത്തേക്ക് പോകാനുള്ള എക്സാമിൻ്റെ കോച്ചിങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മെയിനായിട്ട് വേണ്ടത്. സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരും കുറച്ചുകൂടി സ്റ്റാൻഡേർഡായി കാണുമെന്ന് വിചാരിച്ചു. ഒരു മാറ്റമില്ല. അതൊക്കെ വളരെയധികം സന്തോഷം തോന്നി. എൻ്റെ പേര് ദിവ്യ. ഞാൻ മെൽബണിലാണ് സെറ്റിലായിരുന്നത്. ട്രേഡിംഗ് കമ്പനി നടത്തുന്നു സ്വന്തമായിട്ട്. ജോലിയൊന്നും കിട്ടിയില്ല, അപ്പം ഞാൻ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങി. ഞാൻ അതിൻ്റെ ഡയറക്ടറാണ്. ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനി നടത്തുന്നു ബെൽബണിൽ. എനിക്കൊരു മകളുണ്ട്. മകൾ 6 വയസ്സായി. കഴിഞ്ഞ തവണത്തെ എക്സ്പീരിയൻസ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്തവണ നോക്കട്ടെ എങ്ങനെയുണ്ടാവും. കുറെ അലവലാദികൾ വന്നിട്ടുള്ളതുകൊണ്ട് കുറച്ച് പേര് കൂടുതൽ വന്നുകൊണ്ട് അറിയില്ല. കഴിഞ്ഞ തവണ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് ഹാപ്പി ആയിട്ടാണ് പോയത് നമ്മള്. എന്റെ പേര് വിദ്യ. ഞാൻ കിടങ്ങൂരാണ് വീട്. അങ്കമാലില് ഫൈനാൻസ് വർക്ക് ചെയ്യുന്നു. 2 കുട്ടികള്. ചേട്ടൻ അങ്കമാലില് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. മക്കള് നമ്മുടെ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. മൂത്താള് 9, ചെറിയ ആള് 5. എൻ്റെ പേര് വിദ്യ. ഞാൻ കുട്ടിയുടെ ടൈപ്പാണ്. പിന്നെ ഇപ്പോൾ കൊടൈക്കനാലാണ്. ഇവിടെ MRF വർക്ക് ചെയ്യുന്നു. ഒരു മോള്, ഒരു മോൻ. മോള് 10 വയസ്സായി, മോന് 5 വയസ്സ്. ഞാൻ എടക്കുന്ന് വീട്. ഞാൻ അങ്കമാലി ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 കുട്ടികൾ. ഹസ്ബൻഡ് ഡ്രൈവറാണ്. വിൻസി പോളി 10 ഏഴായിരുന്നു. ഇപ്പോൾ ഞാൻ ചാലക്കുടി കാഞ്ഞിരപ്പള്ളിക്കാണ് അങ്ങനെ കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെയാണ്. ഹസ്ബൻഡ് ഒരു ഗാർമെൻറ്റ്സ് ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്നു. 3 മക്കൾ. മൂത്താൾ 8ാം ക്ലാസ്സായി, 5ാം ക്ലാസ്, 1ാം ക്ലാസ്. അങ്ങനെ B.Ed കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ ടീച്ചറായിട്ട് ജോലി ചെയ്തു. ഇപ്പോൾ വീട്ടമ്മയായിട്ട് കഴിയുന്നു. ഞാൻ ശ്രീവിദ്യ. തിരുവനന്തപുരത്താണ് കല്യാണം കഴിച്ചിരുന്നത്. ഹസ്ബൻഡ് ബഹറിലാണ്. 2 കുട്ടികൾ. മൂത്താൾ 5ലായി. ഇളയാളുടെ അടുത്ത 30-ാം തീയതിയാണ് ഫസ്റ്റ് ബർത്ത്ഡേ. എല്ലാവരെയും ഞാൻ ഗ്രൂപ്പിൽ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ എല്ലാവരെയും എത്താൻ പറ്റുന്ന എല്ലാവരും എത്തണം, ക്ഷണിക്കണം. പിന്നെ ഞാൻ അവിടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 1 വർഷം ലീവ് എടുത്തിട്ടാണ്. ഇപ്പോൾ PSC കോച്ചിങ്ങിന് അങ്കമാലിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ മഞ്ജുഷ. സ്കൂളിൽ വർക്ക് ചെയ്യാണ്. ഹസ്ബൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. 2 മക്കള്. ഒരാൾ 7, മറ്റേ. ഞാൻ അനീഷ. കല്യാണം ചെയ്തിട്ട് സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡിന് അലുമിനിയം പോളിഷിംഗാണ്. എൻ്റെ പേര് ധന്യ. 21 വർഷമായി കൊണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതിലിപ്പോ ജോമറ്റിന്റെ ജോമറ്റിന്റെ ഇടയ്ക്ക് കണ്ടിരുന്നു. അതുപോലെ കുറച്ചുപേരൊക്കെ ഞാൻ ഫേസ്ബുക്ക് അങ്ങനെ ആയിട്ടുണ്ട് അറിയാവുന്നത്. ഗ്രൂപ്പിൽ ഞാൻ ഇടയ്ക്ക് ആക്റ്റീവ് ആയിരുന്നു, ഇടയ്ക്ക് ആക്റ്റീവ് ആയില്ല.
കഴിഞ്ഞ വർഷം വന്നു വിചാരിച്ചത് ആ സമയത്ത് ഞാൻ ഖത്തറിൽ പോയിട്ടായിരുന്നു. ഹസ്ബൻഡ് ഹരീഷ് എഞ്ചിനീയറാണ്. ഒരു മോനുണ്ട്, 5ാം ക്ലാസ് പഠിക്കണം. ആരോഗ്യം ഞാൻ കളക്ടറേറ്റിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് സനൂപ്, വീട് അങ്കമാലി സ്റ്റുഡിയോ നടക്കുന്നു. ഒരു ഭാര്യ, 2 കുട്ടികൾ. ഇല്ല ഇല്ല എൻ്റെ പേര് രജീഷ്, ഞാൻ കിടപ്പൂര് തൃശ്ശൂര് ആങ്കർ കെമിക്കൽസ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ പേര് ശ്രീജിത്ത്, നെടുമുടി വീട്, ഒരു ഭാര്യ, 2 മക്കൾ. ഞാൻ വെള്ളമാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാരും കണ്ടപ്പോ സന്തോഷം തോന്നിയാ? എന്റെ പേര് ടിങ്കു. ഇപ്പൊ ട്രിവാൻഡ്രത്താണ്. എനിക്കൊരു വൈഫ്, ഒരു കുഞ്ഞ്. ഞാനിപ്പോ ടാജിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് ടെക്നോപാർക്കിൽ. ഇതെൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് സന്തോഷം. എൻ്റെ പേര് മുരളി. അങ്കമാലി വേങ്ങൂരാണ് സ്ഥലം. വർക്ക് ചെയ്യുന്നത് കാർണിവലിലെ സിംഗപ്പൂർ ഓഫീസിലാണ്. ഒരു ഭാര്യ, ഒരു കൊച്ച്, 1 വയസ്സായി. പുറത്തൊക്കെ പറഞ്ഞു കേൾക്കും. എൻ്റെ പേര് ഒരു കുട്ടിയുണ്ട്. ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് ബാബു, 2 മക്കള്. മൂത്താള് LKG പഠിക്കുന്നു, 2ാമത്തെ 8 months. എൻ്റെ പേര് സുരേഷ്, വീട് അങ്കമാലി കേരളത്തിൽ. 2 മക്കള്, ഒരു ഭാര്യ. ഭാര്യ വീട്ടു ജോലി. മക്കള് മൂത്താള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അയാളാണ് 1 year ആയിട്ട്. എനിക്ക് എഞ്ചിനീയർ വർക്ക്ഷോപ്പാണ് വീട്ടിലെടുക്കുന്നത്. ഞാൻ അനീഷ്, 10 പറയുന്നു. അതില് വിൻസി അറിയും, ജിൻഡോ അറിയും, പിന്നെ ജോഡിന് അറിയാം. ജോഡി വന്നിട്ടില്ല. എന്നെ അറിയില്ലേ? കാണാൻ മുരളെ കാണാൻ പറ്റും, വേറെ ആരും കാണാൻ പറ്റില്ല. പിന്നെ ഭാര്യ, ഒരു മകൻ, 2ാമത്തെ എൻ്റെ പേര് ശ്രീകാന്ത്, വീട് അങ്കമാലി ചമ്പന്നൂർ. ഞാനിവിടെ അടുത്ത അയ്യമ്പുഴ, ഞാൻ ചെറുനായിട്ട് അടുത്തടുത്ത ജോലിയാണ്. അയ്യമ്പുഴ KICB സബ് എഞ്ചിനീയറുടെ ജോലിയാണ്. വൈഫ് അറിയാം, ഞാൻ ചെറുന്ന അടുത്തടുത്ത ജോലിയാണ്. ഇവിടെ തന്നെ KICB ആണ്. ഒരു വൈഫ്, കുട്ടികളില്ല. വൈഫ് അഡ്വക്കേറ്റാണ്. കോട്ടയത്ത് ലോ കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ പ്രതീക്ഷിക്കാണ്ട് വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിച്ചിട്ടില്ല. നന്നായി, എൻ്റെ ഒരു ഭാഗ്യം. എൻ്റെ പേര് ചിന്നോ ജോസ്, 2 മക്കളുണ്ട്. ഒരാൾ 5 വയസ്സാണ്. ഏകദേശം ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ നിങ്ങളുടെ മുൻപിൽ ഞാൻ ഈ മൈക്ക് എടുത്തിട്ടുള്ളതാണ്. അതായത് എൻ്റെ ഓർമ്മയനുസരിച്ച് സോഷ്യൽ ഡേക്കാണ്. അപ്പം ഞാൻ
ഞാൻ ആ സ്കൂളിൽ ലീഡറാവാൻ ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നത് എൻ്റെ പ്രിയ സുഹൃത്ത് ജോർഡിനായിരുന്നു. അദ്ദേഹം വലിയൊരു പ്രാസംഗികനാണ്. അപ്പോൾ അദ്ദേഹമായിരുന്നു എൻ്റെ എല്ലാ പ്രസംഗങ്ങളൊക്കെ തയ്യാറാക്കിയിരുന്നത്. അപ്പൊ ഇടയ്ക്ക് ഞാൻ ഈ പ്രസംഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഓർക്കും, മലയാളം എസ് വല്ലതും പഠിച്ചാൽ കാരണം പുള്ളിയുടെ വല്ല 3-4 പേജൊക്കെ ഉണ്ടാവും പുള്ളിയുടെ പ്രസംഗങ്ങളൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സോഷ്യൽ ഡേക്ക് ഇദ്ദേഹം എഴുതി തന്ന വലിയ പേജ് പ്രസംഗമൊക്കെ പഠിച്ച് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നു കഴിഞ്ഞപ്പം അന്ന് ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ എന്നെ തന്നെയാണ് സിസ്റ്റേഴ്സ് ഏൽപ്പിച്ചിരുന്നത്. അപ്പം എൻ്റെ ഓർമ്മയനുസരിച്ച് ഐസ്ക്രീം എന്തോ വരാൻ വൈകി. അപ്പം ഞാൻ ആകെ ടെൻഷനായി. അപ്പം നിങ്ങളുടെ മുൻപിൽ വന്ന് ഞാൻ ഇതുപോലെ മൈക്ക് എടുത്ത് വന്നിട്ട് നിങ്ങളിൽ പലർക്കും ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഞാനിങ്ങനെ പറയുന്നത് നമ്മുടെ അവസാനത്തെ ഭക്ഷണമാണ് ഇതെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിങ്ങളെല്ലാവരും കൂടി ചിരിച്ചു. ഞാൻ പഠിച്ചതെല്ലാം മറന്നുപോയി, പിന്നെ എന്തൊക്കെയോ പറഞ്ഞിറങ്ങി പോന്നു. എങ്കിലും ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൽ നിങ്ങളെപ്പോലെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അച്ഛൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഗ്രൂപ്പ് എന്നും 98 ബാച്ച് ഒരു എവർഗ്രീൻ ഗ്രൂപ്പായിട്ട് പോകണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു ചെറിയൊരു സജഷൻ ഉണ്ട്, നിങ്ങളെല്ലാവരും അത് നന്നായിട്ട് ചിന്തിക്കുക. നമ്മുടെ ഈ ഗ്രൂപ്പ് ഇപ്പം എല്ലാ വർഷവും ഇതുപോലെ നമ്മൾ വരുന്നു. നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. നമ്മളിവിടെ വന്ന് സന്തോഷിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് കസേരകളിയൊക്കെ കളിച്ച് സന്തോഷിച്ച് പിരിഞ്ഞു പോകുന്നതിലായിരിക്കരുത് നമ്മുടെ ഒരു കൂട്ടായ്മ എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് ചെയ്യാവുന്ന പല പല കാര്യങ്ങളുണ്ട്. അതിപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഗ്രൂപ്പുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലരും സ്ട്രഗിൾ ചെയ്യുന്ന പലരും ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാതെ ഒരു സജഷൻ മാത്രമാണ്. നമുക്കൊരു 100 രൂപ മാസം 100 രൂപ നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ വർഷം ഒരു 1200 റുപ്പീസ്, അതായത് 1200 രൂപ നമുക്ക് ഒരാൾക്ക് എടുക്കാൻ പറ്റും. അച്ഛൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാനൊരു ചെറിയൊരു സജഷൻ പറയാം. നമ്മുടെ ഈ ഗ്രൂപ്പ് ഒരു എവർഗ്രീൻ ഗ്രൂപ്പായിട്ട് നിലനിൽക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ആ സ്കൂളിന്റെ യോഗ്യത ഇല്ലെങ്കിൽ പോലും ആ സ്കൂളിന്റെ ഒരു സ്കൂൾ ലീഡർ ആയിരുന്നു ഞാൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളിൽ ഓരോരുത്തരും ഒരു 100 രൂപ ഇന്ത്യൻ മണി 100 രൂപ വെച്ച് മാസം മാറ്റി വെച്ചാൽ വർഷം ഒരു 1200 രൂപ. നമ്മളൊരു 30 പേരുണ്ടെങ്കിൽ അതൊരു നല്ലൊരു സംഖ്യയായിരിക്കും. നിങ്ങളിവിടെയുള്ള അച്ഛനുണ്ട്, ഇപ്പൊ സിസ്റ്റേഴ്സുണ്ട്, പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാൻ പറ്റാത്ത കുട്ടികൾ, അല്ലെങ്കിൽ നമ്മളിൽ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, നമ്മളിങ്ങനെ കൂടുന്ന ഒരു അവസരത്തിൽ നമുക്ക് എന്തെങ്കിലും അവർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതൊരു നല്ലൊരു കാര്യമായിരിക്കും തോന്നുന്നു, അല്ലേ? എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ ഈ കൂട്ടായ്മ മറ്റുള്ളവരിൽ നിന്ന് പറയുമ്പോഴാണ് നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്നത്. നമ്മുടെ മക്കൾ നാളെ വളർത്തുമെന്ന് പറയണം, എൻ്റെ ഡാഡിയും മമ്മിയും അല്ലെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും 10th പഠിച്ച് ഇതുപോലെ ഒരു 98 സെന്റ് ജോസഫ് സ്കൂളിലെ 98 ബാച്ച് ഉണ്ടായിരുന്നു. അത് അത്രയും നല്ലൊരു ബാച്ച് ആയിരുന്നു, നല്ലൊരു മാതൃകാ ബാച്ച് ആയിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത് നമുക്ക് കിട്ടുന്ന വലിയൊരു അപ്രീസിയേഷൻ ആയിരിക്കും തോന്നുന്നു. അപ്പം നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെല്ലാവരും കൂടി തീരുമാനം എടുക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ. താങ്ക് യു. എൻ്റെ പേര് സോണി, വീട് അങ്കമാലിയാണ്. അങ്കമാലിക്കടുത്ത് ചമ്പന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനിപ്പോൾ ആലുവയിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യ, 2 മക്കൾ. എൻ്റെ പേര് ലിജോ. ഞാൻ കോതമംഗലം ഹോസ്പിറ്റലിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. വീട് അങ്കമാലി. അല്ല, കുറേ ഇങ്ങനെ സംസാരിച്ച് സൗണ്ട് കൂടിയതായിരിക്കും. വീട് അങ്കമാലി. ഭാര്യ, 2 കുട്ടികൾ, 2 ആൺകുട്ടികൾ. ഒരാൾക്ക് 2.25 വയസ്സും ഒരാൾക്ക് 5 മാസവും. സന്തോഷമായിട്ട് പോകണു. ഭാര്യ ഹൗസ് വൈഫാണ്. പിന്നെ എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യത്തെ ഗെറ്റ് ടുഗദറിന് വരാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം വന്ന് എല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് ജയ്മൻ. ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 എനിക്കറിയാം. ദിവ്യ ഞാനൊരു ക്ലാസ്സിലായിരുന്നു. ഞാൻ 10 ചെയ്യാറില്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. 14 വർഷമായി. ഞാൻ KPMG എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഭാര്യ, ഒരു മോളാണ്, 3 വയസ്സ്. എല്ലാവരെയും കണ്ടതിൽ പിന്നെ സന്തോഷം. എൻ്റെ പേര് അജയ്. ബാംഗ്ലൂരാണ് വീട്. ബാംഗ്ലൂരാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ടെക്നിക്കൽ എന്നുള്ള കമ്പനിയിൽ അനിമേഷൻ ഫീൽഡിലുള്ള ഒരു കമ്പനിയാണ്. അനിമേഷൻ. വൈഫ്, 2 കുട്ടികളാണ്. മൂത്താള്
വൈഫിനും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വരാൻ പറ്റില്ല, മിസ്സായിപ്പോയി. അതിൽ കുറേ എൻഗേജിക്കാവുന്നതിൻ്റെ ഇത് ബൈ ചാൻസ് ആയിട്ട് കിട്ടിയ ഒരു ഇതാണ്. എനിക്ക് ആക്ച്വലി എൻ്റെ ഷെഡ്യൂൾ ഞാൻ ഇന്ന് വേളാങ്കണ്ണിയിൽ നിന്ന് തിരിച്ചു വരേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ലീവ് എടുത്ത് എക്സ്ട്രാന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഷെഡ്യൂൾ എനിക്ക് വരാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷം. എല്ലാവരും കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം തോന്നുന്നു ഇവിടെ ഇരിക്കുമ്പോൾ. നമ്മൾ 98 ശേഷം മുമ്പ് കൂടിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് കുറച്ചുകൂടി വൈഡായിട്ട് നമ്മൾ കൂടുന്നത്. അതിനുശേഷം കാണാനായിട്ട് ദൈവം നമ്മളെ ഒരുപാട് അധികം സഹായിച്ചു. കാരണം വേറൊരു ബാച്ചിന് പോലും ഇതുപോലെ ഒരു സൗകര്യം നമുക്ക് കിട്ടിയില്ല എന്ന് തോന്നാം. വാട്സപ്പ് ഗ്രൂപ്പായാലും ശരി, പരസ്പരം കണ്ടുമുട്ടുന്ന അവസരം ശരി, ഇത്തരം പേരൊക്കെ ഒരു ബാച്ചിലുള്ള ആൾക്കാർ മിക്കവാറും നടക്കേണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ സ്കൂളിലൊക്കെ കിട്ടുന്ന നടക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ഈ ഭാഗ്യം കിട്ടിയ ദൈവത്തിന് ആദ്യമേ നന്ദി പറയുന്നു. അതുപോലെ തന്നെ ബിനീഷ് അച്ഛന് ഇങ്ങനെ ഒരു സൗകര്യം അദ്ദേഹം നമുക്ക് ഒരുക്കി തന്നു. പിന്നെ സെറി ഈ ഗ്രൂപ്പിന്റെ ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ എനിക്കിത് ഇതിന്റെ ഈ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷം. എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും പരമാവധി ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യാം. ദൈവം അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ. നന്ദി. എൻ്റെ പേര് ബിനീഷ് അഗസ്റ്റിൻ. വീട് നമ്മുടെ തൊട്ടടുത്താണ്. ഇവിടുന്ന് തൊറൂര് വാതക്കാടാണ് എൻ്റെ വീട്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, ഞാനൊന്നും അച്ഛനാവൂന്ന് ഒരിക്കലും ഒരാളും, എനിക്കറിയാൻ പാടില്ല, ഒരാളും വിശ്വസിച്ചിട്ടില്ല. ആവൂലായിരുന്നു. എങ്കിലും പിന്നെ എനിക്ക് വളരെ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം, അച്ഛനായതിൽ ഇത്രയധികം ശരിക്കും എൻ്റെ മനസ്സിൽ നിറഞ്ഞ സന്തോഷമുണ്ട്. അത് ഞാൻ അഭിമാനിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം അച്ഛന്മാരെ കുറിച്ചും പൗരോഹിത്യത്തെക്കുറിച്ചും സന്യസ്ത ജീവിതത്തെക്കുറിച്ചും ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉള്ള കാര്യങ്ങളാണ്. അതിനകത്തൊന്നും നമ്മൾ കണ്ണുവച്ച് ഇല്ലെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാനടങ്ങുന്ന പൗരോഹിത്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ടൊന്നും സോഷ്യൽ മീഡിയ ഇത്രയും ലൈവല്ല, അതുകൊണ്ട് ആരും ഒന്നും അറിയില്ല. അപ്പം അതിനെയൊന്നും ഒരിക്കലും ന്യായീകരിക്കുകയല്ല. അത് ഞാൻ ഉൾപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ നമ്മൾ ഏറ്റുപറയാതെ നിവൃത്തിയൊന്നുമില്ല. അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ. ഇപ്പോൾ നമുക്ക് ഇപ്പം ജിന്ന് പറഞ്ഞൊരു കാര്യത്തിൽ, പിന്നെ ഞാനിപ്പോൾ ഇവിടെ 4 വർഷമായി. ഇതെൻ്റെ ലാസ്റ്റ് ഇയർ ആണ്. ലാസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എവിടെയായാലും എനിക്കിത് അറേഞ്ച് ചെയ്യാൻ പറ്റും. എല്ലാ സൗകര്യങ്ങളും ചെയ്തതെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അക്കാര്യത്തിലൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്കറിയാം, ഞാനിവിടെ 4 വർഷമായി. ഞാൻ അച്ഛനായിട്ട് BEd ചെയ്തു. ഇവിടെ ഓക്സിലിയം അവിടെ BEd ചെയ്തു. PG ജേർണലിസത്തിൽ PG ചെയ്തു. ഇപ്പോൾ നമ്മുടെ എറണാകുളം അങ്കമാലി ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഏജൻസി എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ജൂണിൽ എൻ്റെ അപ്പോയിൻമെൻറ്റ് പെർമനൻ്റ് ആവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ ആ സ്കൂൾ എവിടെയാണോ അങ്ങോട്ടേക്ക് ഞാൻ മാറും. പള്ളി ഉണ്ടാകും, അതോടൊപ്പം സ്കൂളിൽ ജോലി ഉണ്ടാകും. അപ്പോൾ അതാണ് എൻ്റെ ഒരു പ്രസൻറ്റ് എൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഏതായാലും സന്തോഷമായിട്ട് പോകുന്നു. ഏറ്റവും അധികം സന്തോഷമുള്ള കാര്യം ഈ ഒരു ഗ്യാതറിംഗ് ആണ്. കാരണം ഗ്രൂപ്പിൽ ഞാൻ അധികം ഒന്നും പറയാൻ വരാറില്ലെങ്കിലും എല്ലാം വായിക്കണമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പച്ചയ്ക്ക് കൊണ്ട് പറഞ്ഞാൽ എപ്പോഴും അച്ഛനതിനായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾക്ക് തന്നെ തോന്നും, അച്ഛൻ ഈ കിടന്ന് കാണിക്കേണ്ട ആവശ്യം അല്ലേ, ഉള്ളിൽ തോന്നും അല്ലേ, തോന്നും. എനിക്കൊരു പണി ഉണ്ടായിട്ടുള്ള സത്യം പറഞ്ഞു. കാര്യം സ്കൂളൊക്കെ ഉണ്ടെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് ലൈവ് ആവണേന് അതിന് സമയം കണ്ടെത്താവുന്ന. അപ്പോൾ ഞാൻ അതാണ് ഒരു ഫാക്ട്. അതാണ് എങ്കിലും ഞാൻ പറഞ്ഞു. പിന്നെ ഭയങ്കര എല്ലാം അത്രയും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ലല്ലോ. പിന്നെ എനിക്ക് തോന്നുന്നു ചിന്ത പറഞ്ഞൊരു കാര്യം, അത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ഞാനിപ്പോൾ പറയുമ്പോൾ നമുക്കൊരു നിങ്ങൾ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതിന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഒന്നും വേണ്ട, നല്ലൊരു മനസ്സ് മതി. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഒരാളെ നമുക്ക് ചെയ്യാനായിട്ട് താല്പര്യമുള്ളൂ. ഞാൻ 8 സീല് 10 ഏഴോ പഠിച്ചു. 10 മാറി 10 ഒരു ഭാര്യ 2 പിള്ളേരും. ഞാനിവിടെ ലൈറ്റ് വാട്ടർ ഷെഫായിട്ട് അത് വളരെ ലൈറ്റ് വാട്ടർ ഷെഫ്.
രക്ഷക
ആദ്യത്തെ 3 വർഷം നിങ്ങൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങളൊക്കെ എന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരു കഴിവില്ലായിരുന്നിട്ട് ഞാൻ നിങ്ങളുടെ സ്കൂളിന്റെ ലീഡറായിരുന്നു ഞാൻ. നമ്മളിപ്പം ഇരിക്കുന്നവരിൽ പലരും ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നവരുണ്ട്, സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്കൂളിന്റെ ലീഡറാവാൻ സാധിച്ചതിൽ ഒത്തിരി അധികം സന്തോഷിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു 14 വർഷം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 3.5 years ഞാൻ വിസയില്ലാണ്ട് ആ രാജ്യത്ത് നിന്നൊരു വ്യക്തിയാണ്. ഒത്തിരി വെല്ലുവിളികൾ ഏറ്റെടുത്ത് എല്ലാം ഉണ്ടായിരുന്നിട്ട് ഒന്നുമില്ലാതെ സീറോയിൽ നിന്ന് പോയ ഒരു വ്യക്തിയാണ്. ഇന്ന് ദൈവാനുഗ്രഹിച്ച് വലിയ കുഴപ്പമില്ലാണ്ട് ജീവിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു നേരത്തെ. നിങ്ങൾ ഓർക്കേണ്ട പോയിന്റ്, പഠിക്കാൻ കഴിവുണ്ടായിട്ടും പഠിക്കാൻ കഴിയാത്ത മക്കളെ സഹായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് സാധിക്കാതെ പോയ ഒരു വ്യക്തിയാണ്. അത് ഇന്നും എൻ്റെ ഉള്ളിൽ ഒത്തിരി വേദനയായിട്ട് കിടക്കുന്നതാണ്. അപ്പം സ്നേഹിതരെ, കൂട്ടുകാരെ, നമുക്ക് ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് അടിച്ച് പൊളിക്കണം. മറ്റുള്ളവരെയൊക്കെ സഹായിച്ച് നമ്മളെല്ലാ വർഷവും കൂടി എൻജോയ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു അതെല്ലാം മനസ്സിലാവുമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം പലരും ചിന്തിക്കുന്നുണ്ടാവും, ഞാനെങ്ങും എത്തിയില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ എല്ലാം ആയി. ഇതൊക്കെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. കാരണം ഞാൻ എല്ലാ ഘട്ടത്തിലൂടെയും കടന്നുപോയ വ്യക്തിയാണ്. നമ്മളൊക്കെ പറയില്ലേ, വായിൽ സ്വർണ്ണക്കരണ്ടിയായിട്ട് ജീവിക്കുന്നവരൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ജനിച്ച വ്യക്തി തന്നെ ഞാൻ. അപ്പം അതാണ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്. ഇന്ന് 2 മക്കളുണ്ട്, മരടിച്ച് കുളിക്കുന്നു. ഈ ജില്ലയിൽ ഞാനിപ്പോൾ തന്നെയാണ്. അപ്പം എൻ്റെ മൂത്ത കുട്ടിക്ക് പലർക്കും കൂടെ അറിയാം, ഒരു 3 വർഷം വരെ അവിടെയായിരുന്നു. അപ്പോൾ അവിടെ ഫാമിലികൾ കുറവാണ്, ഇൻഡിവിജ്വൽസ് ആണ്. അപ്പം ഞാൻ ഈ കമ്പനി പോയിട്ട് വന്നു കഴിയുമ്പം കൊച്ചിന് മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പം അപ്പനായി ഞാൻ വിചാരിച്ചു എൻ്റെ മകൻ പെട്ടെന്ന് 3 languages പെട്ടെന്ന് പഠിക്കണം. അപ്പം ഞാൻ മലയാളം പറഞ്ഞു, അവന് ഇറ്റാലിയനും ഇംഗ്ലീഷൊക്കെ വെച്ച് കൊടുത്തു. അവസാനമായപ്പോൾ അവനൊന്നും പിടികിട്ടാത്ത അവസ്ഥയായി. അപ്പം അങ്ങനെ ഒത്തിരി പേടിയായി. അങ്ങനെ ഒരു 3-4 വയസ്സായപ്പോഴൊക്കെ കൊണ്ടുവന്ന് ഒത്തിരി സ്പീച്ച് തെറാപ്പികൾ, ഒത്തിരി ബുദ്ധിമുട്ടി ഞങ്ങൾ. ഇന്നിപ്പോൾ അവൻ 5 വയസ്സായി. അവന് വാഴക്കാട് സെന്റ് ആൻസിലാണ് പഠിക്കുന്നത്. എങ്കിലും ഒരു 5 വയസ്സുകാരൻ്റെ സംസാരമല്ല, എന്നാലും ഒത്തിരി ഹാപ്പിയാണ് ഞാൻ. ഇളയവന് 3 വയസ്സ്. മൂത്തവൻ്റെ പേര് ക്രിസ്ത്യാനോ, രണ്ടാമത്തെ പേര് റിക്കാർഡോ. അങ്ങനെ പോകുന്നു ചെയ്യുന്നു. അപ്പൊ അവര് 2 വർഷമായിട്ട് അവരിവിടെയാണ്. ഇതാണ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്. അപ്പം ഞാൻ പറഞ്ഞത്, എല്ലാത്തിലും ഞാൻ വെട്ടിപ്പിടിച്ച് നിന്നു എന്നുള്ളതാണ് എനിക്കിന്നും സന്തോഷിക്കാൻ പറ്റാവുന്ന ഒരു കാര്യം. കാരണം ഒന്നുമില്ലായ്മയെന്ന് ഒത്തിരി നിങ്ങളൊക്കെ ഇമാജിൻ ചെയ്യുന്നതിനേക്കാളൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്. ജോബ് വിസ ഇല്ലാതെ ഒരു എക്സ് മിലിറ്ററിയുടെ ഒരു 98 ഇയേഴ്സായി കാണും. അദ്ദേഹത്തിന്റെ നമ്മൾ പറയില്ലേ, ഒരു ഹോം നേഴ്സായിട്ട് പോലും, അല്ലെങ്കിൽ അരി ചുമന്നും ഒരു ഫിലിം ആക്കാൻ വേണമെങ്കിൽ എൻ്റെ ഒരു സ്റ്റോറി. ഇന്നപ്പം തരക്കേടില്ലാതെ ദൈവാനുഗ്രഹിച്ച് ജീവിക്കുന്നത്. ഇതാണ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ്. അപ്പം പറഞ്ഞു വരാനുള്ളത്, എന്ത് സ്ട്രഗിൾസ് അതിനെ നമുക്ക് ഫേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ.
പാടി
ധന്യ നന്നായിട്ട് കവിത ചൊല്ലുമെന്ന് പറഞ്ഞു. പുഴയ്ക്കക്കരയിൽ നിന്റെ നാട് ഇക്കരയിലെന്റെയും പുഴയ്ക്കക്കരയിൽ നിന്റെ നാട് ഇക്കരയിലെന്റെയും ഓർക്കുന്നു ഞാൻ ചങ്ങാതി ഒരേ പുഴയിൽ കളിച്ചും നിഴലളന്നും കുഞ്ഞു നേരങ്ങളോടി നിറഞ്ഞു നാം ഒരേ കുളിരിൽ കുളിച്ചും പുഴമണലിൽ ദൈവത്തിനെണ്ണയും പാലുമായി പോകും ഒരു പുഴുവിൻ്റെ തീരാത്ത വെമ്പൽ കണ്ടും ആറ്റുതീരത്തെ അമ്പിളിട്ടാക്കീസിൽ ആരോമൽ ചേകോന്റെ വീരു കണ്ടും മൂകനാഗങ്ങളിരുട്ടുപാടുന്ന കാവു കണ്ടും യക്ഷിവാഴും പാല കണ്ടും വേല കണ്ടും ജാഥ കണ്ടും ജഡം കണ്ടും ഒരേ പുഴ തന്നെ പല നിറം കര കവിയുന്ന കണ്ണിനാൽ കണ്ടും പുഴമണലിൽ വായിച്ചു കാലങ്ങളിന്നു നാം ഓർക്കുന്നു ഞാൻ ചങ്ങാതി നാട്ടിലെ ക്ലാസ്സിലോ നഗരത്തിലെ വഴിയിലോ പഠിച്ചു നാം ഇത്തിരി തുഞ്ചനും കുഞ്ചനും ന്യൂട്ടനും ഇത്തിരി ബുദ്ധനും ഗാന്ധിയും മാർക്സും ഇത്തിരി ഘട്ടക്കേയും ഗോദാർദും ഇത്തിരി മഴത്താളം ഇത്തിരി വെയിലിൻ സപ്തസ്വരം ഇത്തിരി തത്വവും തെറിയും പുരാണവും നമ്മൾ വായ് തുറന്നാൽ 14 ലോകങ്ങളാൽ നമ്മളും ചൂടി നെറുകയിൽ യുഗദർശനത്തിൻ്റെ മയിൽപ്പീലി തിരുമിഴി ഓർക്കുന്നു ഞാൻ ചങ്ങാതി ദിനരാത്ര ദീർഘമാം നമ്മുടെ വാക്വിഹാരം വാക്ക് ചിറകായി അറിയപ്പെടും വാനിൽ നോവുകളുടെ പൂങ്കാവനങ്ങളിൽ നാം നിരർത്ഥകരെന്ന പേടിതൻ കയങ്ങളിൽ വാക്ക് വീടായി നമ്മുടെ കടം കൊണ്ട പുരുഷാർത്ഥങ്ങൾക്ക് നാം അതിൽ മയങ്ങുമ്പോൾ നടുക്കും കൊലച്ചോര മുഴക്കമായി പിന്നെ ഉദയമായി വരവായി കൽക്കത്തയിൽ ബീഹാറിൽ ആന്ധ്രയിൽ വയനാട്ടിലും വിശപ്പിന്റെ കാട്ടിരുളാളുന്ന സ്നേഹഖഡ്ഗങ്ങൾ അവ നമ്മുടെ അലങ്കൃത സ്വപ്നഭാഷയിൽ സ്നേഹപരുഷജ്വലനമായി മൃതിയെ സഖാവാക്കി ഇറങ്ങിക്കടന്നു നാം കടന്നു നാം ഒളിപ്പോരിന്നാരണ്യകം കയറി ക്രോധക്കൊടി നാട്ടി നാം ഉത്തുംഗ മുക്തിബോധത്തിൽ നമ്മുടെ സ്വപ്ന സ്വർഗത്തിൽ അവിടുന്നല്ലോ നമ്മൾ ഉന്മത്തരായി താഴേക്കുരുട്ടി ഈ ജന്മത്തിൻ പെരുമ്പാറ അവിടുന്നല്ലോ നമ്മൾ ചിതറി നഗരങ്ങളിൽ അലയും വീരറ്റ വിജ്ഞച്ചിരികളാ. അവിടെ ചെന്ന് ഒരുപാട് ആൾക്കാരായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങളുണ്ടായി. പിന്നെ കുറച്ച് രാഷ്ട്രീയവും ഉണ്ടായിരുന്നു ഡിഗ്രിക്ക് അവിടെ പഠിച്ചത്. അടിയും കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം, പുറത്തുണ്ടെന്ന് പറയാം. എല്ലാം ഉണ്ടായിരുന്നു. ഇലക്ഷനിൽ നിന്നിരുന്നു. ഈ പറഞ്ഞ
തോറ്റു. 34 വോട്ടിനാണ് അന്ന് ഈ പറഞ്ഞ തോറ്റത്. അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ അസംബ്ലിക്കാണ് മത്സരിച്ചത്. തിരിച്ചു ഈ പറഞ്ഞ ഞാൻ പ്രവർത്തിച്ചിരുന്ന സംഘടനയുടെ ASF എന്ന് പറഞ്ഞ സംഘടനയിലാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. അതിന്റെ കുറ്റവാളികൾ തന്നെ പഠിക്കുക പോരാടുകയായിരുന്നു. തീർച്ചയായിട്ടും ശക്തമായിട്ട് പോരാടിയിരുന്നു. അപ്പൊ എന്താ പറയാ, ഇപ്പൊ അനീഷും ഞങ്ങൾ ഒരേ കാലഘട്ടം ഡിഗ്രി ഒന്നിച്ച് തീർച്ചയായിട്ടും അന്ന് വോട്ട് കിട്ടി. അന്ന് വേറൊരു കാര്യമുണ്ടായിരുന്നു. ഒരു 2 മാസം കാലം നീണ്ടുന്ന പ്രൈവറ്റ് ബസ് സ്ട്രൈക്കിന്റെ സമയത്തായിരുന്നു കോളേജ് ഇലക്ഷൻ നടന്നിരുന്നത്. അപ്പൊ വളരെ ചുരുക്കം പോളിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് അനീഷിനെ അറിയാം. അനീഷിനെ എന്റെ ഞങ്ങള് അലയൻസിലാണെങ്കിലും ഞങ്ങൾ എതിർ പാർട്ടിയായിരുന്നു അല്ല അനീഷ്. അപ്പൊ അനീഷിന് അറിയാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ അതെന്തിനാവട്ടെ അന്ന് ഈ പറഞ്ഞ പോലെ ഒരുപാട് എക്സ്പീരിയൻസുകൾ അന്നുണ്ടായി. പിന്നെ വീട്ടിൽ ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ഡെയിലി സ്കൂളിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വരും. വണ്ടി കാറിൽ വരും. അവർ കയറി പോകും. സ്കൂൾ ടൈം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തിരിച്ചു വരും. അപ്പോൾ അവർക്ക് അന്ന് ഈ പറഞ്ഞ പോലെ ഒരു ചുരിദാറും 500 വെച്ച് കൊടുക്കും ആ പിള്ളേർക്ക്. അങ്ങനെ ഒരു സ്ഥിരം ഒരു ശീലമായിട്ട് through the season where I cheated you. I will always have a cross to wear, but the boat reminds me I was there. So give me strength to face this test to mine. If only I could turn back time. If only I had said what I still have. If only I could turn back time, I would stay for the night, for the night. Claim your right to silence. Claim your right to see the truth. Though my pangs of conscience will drill a hole in you. I seen it coming like a thief in the night. I seen it coming from the flash of your light. So give me strength to face this test to mine. If only I could turn back time. If only I had said what I still have. If only I could turn back time,
പ്രിയ കൂട്ടുകാരെ, ഏതാണ്ട് ഒരു 2-3 മാസമായി നമ്മുടെ ഈ ഗെറ്റ് ടുഗദറിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നടക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കൾ 3-4 പേര് അതിന് ശരിക്കും എഫേർട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും വിളിച്ചറിയിക്കുന്നതിന്, സ്ഥലം ക്രമീകരിക്കുന്നതിന്, മറ്റു കാര്യങ്ങൾക്കെല്ലാം വേണ്ടി. ഇതിനുവേണ്ടി കൂടുതൽ താല്പര്യമെടുക്കുകയും മറ്റുള്ളവരെ അറിയിക്കുകയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയും ചെയ്തവർക്ക് പ്രത്യേകം ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് കൂടുകയും സൗഹൃദം പങ്കുവയ്ക്കുകയും എല്ലാം ചെയ്യുന്നതോടൊപ്പം നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മയെ കുറച്ചുകൂടെ ഭംഗിയുള്ളതാക്കി മാറ്റാൻ പറ്റും. 1-2 പേര് നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഗ്യാതറിങ്ങിൽ തന്നെ സജസ്റ്റ് ചെയ്തു, നമുക്ക് ചെറിയൊരു കളക്ഷനൊക്കെ എടുത്ത് ഏതെങ്കിലും ചാരിറ്റിക്കോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഒട്ടും പഠിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുട്ടികളെ സഹായിക്കാനൊക്കെ നമ്മളാൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്താൽ അത് വലിയൊരു കാര്യമായിരിക്കും. പ്രത്യേകിച്ച് ഈ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൂടുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മളാൽ കഴിയുന്ന വിധത്തിൽ ഒരു ചെറിയ സഹായം നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്താൽ അത് വലിയ ദൈവാനുഗ്രഹങ്ങൾ നിറയുന്നൊരു കാര്യമായിട്ട് കൂടെ മാറുകയാണ്. അങ്ങനെ കൂടി ചെയ്യുന്ന ഒരു നല്ല ഗ്രൂപ്പായിട്ട്, നല്ല ഒരു സൗഹൃദ കൂട്ടായ്മയായിട്ട് നമുക്കിതിനെ മാറ്റാൻ പ്രത്യേകം പരിശ്രമിക്കുക കൂടി ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗെറ്റ് ടുഗദറിന് കുറച്ചുകൂടെ പ്രസക്തിയും അർത്ഥവും കൂടി വരും. ഈ ഡിസംബർ 23 എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി തിരക്കുള്ള സമയമല്ലേ. ഇത്രയും തിരക്കുള്ള സമയം നിങ്ങൾ മാറ്റിവെച്ച് ഇവിടെ വന്നു ചേരുകയും നമ്മുടെ ഈ കൂട്ടായ്മയെ വലിയ വിജയമാക്കി മാറ്റുകയും ചെയ്തതിന് അതിനോട് സഹകരിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.